എസക്കിയേലിന്റെ ശബ്ദം. ദേശത്തിൻ കാവൽക്കാരനാ കാഹളം മുഴക്കേണ്ടവർ, ദൗത്യം പരാജയത്തിൽ രക്തം നമ്മുടെ മേൽ എന്ന് എസക്കിയേലിന്റെ ശബ്ദം. വചനം ശക്തമായി പ്രഘോഷിക്കണം, ദുഷ്ടനു മരണം സംഭവിക്കാതെ വഴിവിട്ടു തിരിയണം, നിന്റെ പ്രാണനെ രക്ഷിക്കണം. യഹോവ അരുളി ചെയ്തിടുന്നു, ദുഷ്ടൻ മരിക്കരുത്, അവൻ വഴിവിട്ടു തിരിയണം, നീ എന്തിനു മരിക്കണം. ദേശത്തിൻ കാവൽക്കാരനാ കാഹളം മുഴക്കേണ്ടവർ, ദൗത്യം പരാജയത്തിൽ രക്തം നമ്മുടെ മേൽ എന്ന് എസക്കിയേലിന്റെ ശബ്ദം. നീതിമാൻ നീതി കെട്ടാൽ നീതി രക്ഷിക്കില്ല, ദുഷ്ടൻ മനം തിരിഞ്ഞാൽ ദുഷ്ടൻ നശിക്കില്ല. നീതി ന്യായം വിട്ടു സാധുവിനെ ദ്രോഹിച്ചാൽ ജീവന്റെ ചട്ടങ്ങൾ ശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കും. ദേശത്തിൻ കാവൽക്കാരനാ കാഹളം മുഴക്കേണ്ടവർ, ദൗത്യം പരാജയത്തിൽ രക്തം നമ്മുടെ മേൽ എന്ന് എസക്കിയേലിന്റെ ശബ്ദം. കർത്തനെ പരിഹസിച്ചു വഴിവിട്ടു അഹങ്കരിച്ചാൽ ന്യായവിധിയുടനുണ്ട് നിശ്ചയം നിസ്സംശയം. പ്രവാസത്തിൻ സന്ദേശം മുൻകൂട്ടി ദർശിച്ചവൻ, അബ്രഹാമിന് അവകാശം സൗജന്യമായി ലഭിക്കില്ല. ദേശത്തിൻ കാവൽക്കാരനാ കാഹളം മുഴക്കേണ്ടവർ, ദൗത്യം പരാജയത്തിൽ രക്തം നമ്മുടെ മേൽ എന്ന് എസക്കിയേലിന്റെ ശബ്ദം. മേച്ചത ദുഷ്ടതയാൽ രക്തം ചൊരിയിക്കും, മഹാമാരി സംഹാരം ശൂന്യമാക്കും, ഞാൻ യഹോവ എന്നറിയും. മാധുര്യ വചന സ്വരം അത് ശ്രവിച്ചാൽ പ്രേമഗീതം, ഹൃദയത്തിൻ ദുരാഗ്രഹം അത് പ്രവൃത്തിയിലെത്തിക്കില്ല. എല്ലാം സംഭവിച്ചിടുമ്പോ ഇത് പ്രവാചക ശബ്ദമെന്ന് എന്നെന്നും ഓർത്തിടുവിൻ, ഇത് എന്നെന്നും ഓർത്തിടുവിൻ, ഇത് എന്നെന്നും ഓർത്തിടുവിൻ, ഇത് എന്നെന്നും ഓർത്തിടുവിൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2023 ക്രിസ്മസ് ആഹ്ലാദ തിമിർപ്പുകൾക്ക് ശേഷം 2024 എന്ന സംഭവബഹുലമായ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. അനേക മാറ്റങ്ങളും മറിച്ചിലുകളും സംഭവിക്കാൻ പോകുന്നൊരു വർഷമാണിത്. വരും വർഷം 2023 വലിയ മാറ്റങ്ങളും മറിച്ചിലുകളും കോളിളക്കങ്ങളും ഒക്കെ സംഭവിച്ച ഒരു വർഷമായിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു.
ദൈവത്തിന് സാധ്യമല്ലാത്ത തന്നെ. ദൈവത്തിന് സാധ്യമല്ലാത്തതൊന്നുമില്ല. ദൈവമെല്ലാം സാധിപ്പിച്ച് തരുമെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം സാധിപ്പിച്ച് തന്നല്ലാതെ നമുക്ക് വല്ലതും ഉണ്ടോ ജീവിതത്തിൽ? ഒരു ക്രിസ്മസ് കാലം അവസാനിച്ചു, ഒരു വലിയ നോമ്പ് അവസാനിച്ചു, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ലോകം മുഴുവൻ അതിൻ്റെ ഒരുക്കത്തിലാണ്. സംഭവബഹുലമായൊരു വർഷമല്ലേ കഴിഞ്ഞു പോയത്. എത്രയോ പ്രിയപ്പെട്ടവർ, നമ്മളെക്കാൾ വിശുദ്ധർ നമ്മളിൽ നിന്ന് വേറിട്ട് പോയി. എത്രയോ നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ കരുതിയവർ നമ്മളെ വിട്ടുപോയി. വ്യക്തിപരമായി എല്ലാ മൂന്നുകൾ വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജന്മം മുതൽ 1956 ഞാൻ ജനിച്ചെങ്കിൽ 63 എൻ്റെ പിതാവുമൊത്ത് പെരുന്തുരുത്തി CSI ഇടവകയുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അന്ന് ഉണ്ടായ CSI CMS കോൺഫ്ലിക്റ്റ്, അതിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും സ്മരണയിൽ ഓടിയെത്തുക. 2073 അന്ന് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും. 2083 ഞാൻ എൻ്റെ പഠനത്തിന് ശേഷം ഉള്ളൊരു പ്രത്യേക കാലഘട്ടം. 93 ഒരു വൈദികനായതിന് ശേഷമുള്ള ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. 2003 അമേരിക്കൻ ഐക്യനാടുകളിൽ CSI കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ അന്ന് ലീഡർഷിപ്പിൽ അനുഭവിച്ച സ്ട്രഗിൾസ്. 2013 CSI മധ്യകേരള മഹായിടവകയുടെ ബിഷപ്പ് ഇലക്ഷനിലും സെലക്ഷനിലും 2023 ദക്ഷിണേന്ത്യ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് സംബന്ധിച്ച് ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ. ഇതിലെല്ലാം ദൈവം കൃത്യമായി ദൈവാലോചന അറിയിച്ച് തന്നെ മുൻപോട്ട് പോകുമായിരുന്നു. 2023 എനിക്ക് ദൈവം നൽകിയ വാക്യം ദാനിയേൽ പ്രവചനത്തിൽ, ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട് നാളിതുവരെയുള്ള ജീവിതത്തിൽ അനുഭവിച്ച നന്മകൾ ധാരാളമുണ്ട്. ജനനം മുതൽ ഈ സമയം വരെ അനേകം ആളുകളുടെ സ്നേഹവും കരുതലും അവരുടെ നന്മകൾ ദൈവരാജ്യത്തിന് വേണ്ടി നൽകുന്നതിൻ്റെ അനുഭവമായിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടും മറ്റുള്ളവരോടും പറയാറുണ്ടത്, ഈ ലഭിച്ച നന്മകളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഈ 2023 സംഭവബഹുലമായ ഒരു വർഷം അവസാനിക്കുമ്പോൾ 2024 പ്രവേശിക്കുമ്പോൾ കർത്താവ് വരുവാൻ താമസമെങ്കിൽ, എനിക്ക് ദൈവം ആയുസ്സും ആരോഗ്യവും തരുന്നുവെങ്കിൽ 2033 ഫേസ് ചെയ്യുവാൻ
ഇപ്പോഴേ ഞാൻ ഒരുക്കമുള്ളവനായി മുൻപോട്ട് നീങ്ങണം. 2024 പ്രവേശിക്കുമ്പോൾ ദൈവം സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങൾ കൊണ്ട് വളരെ പ്രഭാപൂരിതമായിട്ടുള്ള ഒരു 2024 പ്രദാനം ചെയ്യുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ആ പ്രചോദനം ചെയ്യുന്ന ആ പ്രചോദനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ദൈവം തരുന്ന നിയോഗങ്ങളും ദൈവം തരുന്ന ആലോചനകളും പ്രകാരം മുൻപോട്ട് പോകുവാൻ കൃപ നൽകണമേ എന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു ക്രിസ്മസ് കാലഘട്ടം കഴിഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു വർഷത്തിൻ്റെ അവസാനത്തെ സമയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് തുടക്കവുമാണ്. അതുകൊണ്ട് ഈ ദൂത് ഒരു ക്രിസ്മസ് ദൂതും ഒരു പുതുവത്സര ദൂതുമായി ഇന്നേ ദിവസം നിങ്ങളോട് ബലഹീനാകുന്ന ഞാൻ പറയുമ്പോൾ ഇത് പ്രക്ഷേപണം ചെയ്യുന്ന വേർഡ് ടു വേർഡ് ചാനലിനോടും അതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫറീസ് അവരോടും കുടുംബത്തോടും വളരെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മളൊരു കൊച്ചു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊരു കൊച്ചു ഗ്രാമത്തിലെ ജീവിതമായിരുന്നെങ്കിൽ മാരാമണ്ണിന് സമീപമുള്ള കുന്നന്താനം എന്ന ചെറിയ ഗ്രാമം, ആ മാരാമണ്ണിലുള്ള ആ കൊച്ചു ഗ്രാമം ലോകത്തിൻ്റെ ഏറ്റവും വലിയ കൺവെൻഷൻ കെസ്വിക് കൺവെൻഷനായിരുന്നു ഇംഗ്ലണ്ടിലേത്. അത് കഴിഞ്ഞാൽ മാരാമൺ കൺവെൻഷനായിരുന്നു. ഇന്ന് 100 വർഷം പിന്നിട്ടിരിക്കുന്ന മാരാമൺ കൺവെൻഷൻ, ആ മണ്ണിൻ്റെ പരിശുദ്ധി, അവിടെ ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുന്നന്താനം CSI ചർച്ചിൻ്റെ ഉപദേശി എന്ന നിലയിൽ എൻ്റെ പിതാവ് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് എൻ്റെ ജന്മം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഈ വർഷങ്ങളെല്ലാം നടത്തിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികളിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞതായിരുന്നു. സെക്കറിയ പ്രവാചകനും എലിസബത്തും അബിയാക്കൂറിൻ്റെ ക്രമത്തിലുള്ള കുർബാന എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, സെക്കറിയാവേ, ഇതിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. മിണ്ടാൻ വയ്യാതായിപ്പോയി. കാരണം ഭാര്യ മച്ചിയാണ്. മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതേ ദൂതൻ 6 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഭവനത്തിൽ വിശുദ്ധ കന്യക മറിയാം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിൻ്റെ മാതാവ് യോസെഫ്, പലവിധ ഭാരങ്ങളും ശാപങ്ങളുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എന്നാൽ ആ ശാപത്തെ മാറ്റുവാൻ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രത്യക്ഷനായി പറയുകയാണ്, മറിയേ, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശുവെന്ന് പേരിടണം. യോഹന്നാൻ സ്നാപകൻ്റെയും യേശുവിൻ്റെയും ഒരേ ദൂതൻ്റെ പ്രഖ്യാപനം. അതിനെ ഉൾക്കൊള്ളുവാൻ ഇതെങ്ങനെ സംഭവിക്കും? ഇന്നും ഇതാണ് ചോദ്യചിഹ്നങ്ങൾ. നമ്മുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നങ്ങളുണ്ട് പലതും. ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ,
ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവും ലോകത്തിലില്ല. അതുകൊണ്ട് ഈ വചനം എനിക്കും നിങ്ങൾക്കും ഒരു ധൈര്യം പകരുന്നതായി തീരട്ടെ. കഴിഞ്ഞ ഒരു വർഷങ്ങൾ അനുഭവിച്ച വ്യതകളും കടഭാരങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ധാരാളമായിരിക്കാം. മാനസിക വൈകല്യങ്ങൾ ധാരാളമായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, യോസഫും വിശുദ്ധ കന്യാമറിയവും അനുഭവിച്ചതുപോലെ അനുഭവിച്ചോ? ഇല്ലല്ലോ. സക്കരിയാവും എലിസബത്തും അനുഭവിച്ചതുപോലെ അനുഭവിച്ചോ? ഇല്ലല്ലോ. എന്തെല്ലാം യേശു കർത്താവ് ജനിച്ചപ്പോൾ ജനനത്തിന് സ്ഥലമില്ല, ജീവിക്കാൻ സ്ഥലമില്ല, മരിച്ചപ്പോഴും കള്ളന്മാരുടെ കൂടെ. ക്രിസ്തീയ ജീവിതം സുഗമമായ ഒരു പൂമെത്തയല്ല, പട്ടുമെത്തയല്ല എന്ന് ഓർത്തോണേ. ഇത് ചില ഓഫീസ് ജോലിയായി ചെയ്ത ചില ശുശ്രൂഷകരുണ്ട്. ഇതൊരു ഓഫീസ് ജോലിയല്ല. ഇതൊരു ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും പ്രവാചക ശബ്ദത്തിൻ്റെയും മാറ്റത്തിൻ്റെയും മറിച്ചിലുകളുടെയും ശുശ്രൂഷയാണ്. ഒരു ദൈവവൈതലിന് മാത്രമേ അത് നൽകാൻ സാധിക്കുകയുള്ളൂ. ഒരു ദൈവ ശുശ്രൂഷകന്, ദൈവസ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ ഇതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. ആ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരാളിന് മാത്രമേ ഇതിൻ്റെ നന്മ ലോകത്തിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ അലച്ച് വലിച്ചു കീറി പ്രസംഗിച്ചു. അന്നത്തെ യഹൂദനെ വലിച്ചു കീറി തലപോയി. യേശു കർത്താവ് ശാസ്ത്രിമാരെയും പരീശന്മാരെയും എതിർത്ത് പ്രസംഗിച്ചു. കാൽവറി ക്രൂശിലായി. അന്നത്തെ സമൂഹം വിചാരിച്ച് അതുകൊണ്ട് തീർന്നെന്ന്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു കാര്യവും തീരുകയില്ല കേട്ടോ. ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലുമുള്ള ഒരു കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാകുകയില്ലെന്ന് ഓർത്തോണം. നീ ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവത്തെ നിസ്സാരമായിട്ടെടുക്കരുത്, ദൈവശബ്ദവും നിസ്സാരമായിട്ടെടുക്കരുത്. ദൈവം സംസാരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ദൈവകരത്തിൽ നിന്നെയും നിനക്കുള്ളതിനെയും നിൻ്റെ കുടുംബത്തെയും ഫലമേൽപ്പിച്ച് ഭയത്തോടും വിറയലോടും 2024 പ്രവേശിക്കണം. ദൈവം ആയുസ്സും ആരോഗ്യവും തരുന്നുവെങ്കിൽ 2023 ഡിസംബർ 31 കഴിഞ്ഞ് 2024 ജനുവരി 1 പ്രവേശിക്കുമ്പോൾ, ദൈവമേ എന്നെ കുറച്ചുകൂടെ വിശുദ്ധീകരിക്കണമേ, എന്നെ കുറച്ചുകൂടെ ബലപ്പെടുത്തണമേ, എന്നെ കുറച്ചുകൂടെ വിനയപ്പെടുത്തണമേ, എന്നിൽ കുറേ കൂടി നന്മ തരണമേ, കുറച്ചുകൂടെ നന്മ ചെയ്യുവാൻ ഉള്ള ദൈവകൃപ എനിക്ക് തരണമേ, കുറച്ചുകൂടെ നന്മ ചെയ്യുവാനുള്ള ആരോഗ്യം എനിക്ക് തരണമേ. എനിക്ക് അഹങ്കരിക്കുവാനുള്ള ആരോഗ്യമല്ല, വേറൊരുത്തിനെ തകർക്കുവാനുള്ള ആരോഗ്യമല്ല വേണ്ടത്, വേറൊരുത്തിനെ നശിപ്പിക്കുവാനുള്ള ദൈവകൃപയും ആരോഗ്യമല്ല വേണ്ടത്. എനിക്ക് വേറൊരുത്തിനെ ചെളിയിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ, വേറൊരുത്തിനെ വേദനയിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ, വേറൊരുത്തൻ്റെ വേദനയിൽ പങ്കുചേരുവാൻ ഒരു ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ, ഒരു മണിക്കൂർ ജീവിക്കുന്നെങ്കിൽ, അത് നന്മയുടെ ജീവിതമാക്കി മാറ്റുവാൻ. അതുകൊണ്ട് ഒരു ക്രിസ്മസ് വന്നു, ഒരു ന്യൂ ഇയർ വന്നു, ധാരാളങ്ങൾ വന്നിട്ടുണ്ട്. 2019 കഴിഞ്ഞ് 2020 മാറുമ്പോൾ ലോകം മുഴുവനൊന്ന് വിറച്ചു. COVID-19 എന്ന മഹാമാരി.
എന്നാൽ അതിന് ഭയമൊക്കെ മനുഷ്യൻ മാറിയെന്നാണ് ചിന്ത. ഇല്ല, മാറിയിട്ടില്ല. ലോകം മുഴുവൻ അതിൻ്റെ ഭീകര അണുക്കളിൽ പോകുകയാണ്. ഉക്രൈൻ യുദ്ധം, ഗാസ, ഇസ്രായേൽ. സമാധാനപരമായിട്ട് ഇനി ഒരുത്തനും ഈ ഭൂമിയിൽ ജീവിക്കുകയില്ലെന്ന് ഓർത്തോണം. സന്തോഷകരമായിട്ടും ഒരു ബാലൻസ്ഡ് ജീവിതമൊന്നും ഈ ഭൂമിയിൽ ഇനിയും മനുഷ്യനുണ്ടാവുകയില്ല. ഭയാനകമായ നിമിഷങ്ങളും ഭയാനകമായ അനുഭവങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാനൊന്ന് ഭാവനയിൽ കണ്ട് കർത്താവിൻ്റെ വരവിന് ശേഷം ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കുമെന്ന് ഒരു ഭാവനയിൽ കണ്ടപ്പോൾ റോഡുകളും ബസ്സുകളും വണ്ടികളും ഒക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ പോകും. ആരെ കൊന്നാലും ആരെ എന്ത് ചെയ്താലും ഒന്നുമില്ലാത്ത കാലം. ഒരാൾ വിചാരിച്ചാൽ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാവുന്ന എത്രയെത്ര തെളിവുകൾ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നു. വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ കണ്ട് നമ്മളിതിന് അത് കണ്ട് എൻജോയ് ചെയ്ത് സമയം കളഞ്ഞ് നമ്മുടെ സമയം കളഞ്ഞ് പാഴാക്കി നമ്മൾ നന്മ ചെയ്യാനുള്ള സമയം കളയരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഒരു സംഭവബഹുലമായ ഒരു വർഷം തന്നെയാണ് 2024. അതിന് മധ്യത്തിൽ നീ ഒരു ദൈവ പൈതലായി നിനക്ക് എങ്ങനെ നിൽക്കാൻ സാധിക്കും? അല്പം കൂടെ ഹ്യൂമിലിറ്റി, അല്പം കൂടെ ഹോളിനെസ്. എന്താണ് ഹ്യൂമിലിറ്റി? എന്താണ് ഹോളിനെസ്? മിണ്ടാതിരിക്കുന്നതാണോ? അനങ്ങാതിരിക്കുന്നതാണോ? ആർക്കും ഒരു നന്മ ചെയ്യാതെ എനിക്കൊരു ദോഷവും പറ്റരുത്, എൻ്റെ പേര് പോകരുത്, അങ്ങനെ ചില ജീവിതമുണ്ടല്ലോ. ആർക്കും ഒരു ഗുണവും ചെയ്യുകയില്ല, ആർക്കും ഒരു ദോഷവും ചെയ്യുകയില്ല. അതല്ല ജീവിതം. നമ്മളെ ജീവിതത്തിൻ്റേതായ എല്ലാ വശങ്ങളിലും, നമ്മളെ ജീവിതത്തിൻ്റേതായിട്ടുള്ള എല്ലാ അനുഭവങ്ങളിലും നമ്മൾ വളരെ ഭയത്തോടും വിറയലോടും ജീവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് വിശുദ്ധ കന്യാമറിയാമിന് പ്രത്യക്ഷപ്പെട്ട ഗബ്രിയേൽ ദൂതൻ സഖരിയ പുരോഹിതന് പ്രത്യക്ഷപ്പെട്ട ഗബ്രിയേൽ ദൂതൻ നിങ്ങളോടും സംസാരിക്കട്ടെ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൂതൻ പ്രത്യക്ഷപ്പെടും. ദൂതൻ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളെങ്ങനെ ജീവിക്കണം, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങളെന്ത് ചെയ്യണം. 2023 സന്തോഷത്തിലും സങ്കടത്തിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 2024 സന്തോഷത്തിലും സങ്കടത്തിലും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അതാണ് ഈ വചനം നൽകുന്ന ഉറപ്പ്. ഈ ദൈവവചനം നൽകുന്ന ഉറപ്പാണത്. ഈ ഉറപ്പിൽ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച്, യേശുക്രിസ്തുവിൽ ശരണപ്പെട്ട്, യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണെന്ന് മനസ്സിലാക്കി, അവൻ ലോകത്തിൻ്റെ രക്ഷിതാവായി ലോകത്തിൽ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മടങ്ങി രാജാവായി വരുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടെ നീ ജീവിച്ചാൽ നിൻ്റെ 2024 അല്ല 2025 അല്ല നീ ജീവിക്കുന്ന അത്രയും വർഷം നീ ഒരു വളരെ ഫ്രൂട്ട്ഫുൾ മിനിസ്ട്രി ആയിരിക്കും, ഒരു ഫ്രൂട്ട്ഫുൾ പേഴ്സണാലിറ്റി ആയിരിക്കും, പ്രയോജനമുള്ള ഒരു പേഴ്സണാലിറ്റിയായി വ്യക്തിത്വമായി തീർന്നിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ അമിതമായ കരം, അമിതമായ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഒരു 2023 അവസാനത്തിൽ 2024 ആരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഈ സമയം വരെ ഞങ്ങളെ എല്ലാവരെയും വഴി നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ധാരാളം വേദനകളിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ഒക്കെ കടന്നുപോയവരുണ്ട്. ഈ 2023 സമസ്ത പ്രതികൂലങ്ങളെ അതിജീവിച്ച് 2024 പ്രവേശിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും തമ്പുരാൻ ധാരാളമായ നന്മ കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ. കർത്താവിൻ്റെ അത്ഭുത കരങ്ങളിൽ, കർത്താവിൻ്റെ അത്ഭുത കൃപയിൽ നിൻ്റെ മക്കളെ സംരക്ഷിച്ചു കൊള്ളണമേ. ദൈവത്തിൻ്റെ
അത്ഭുതകരണ കൃപ വ്യാപരിക്കണമേ. ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും വേദനകളിലും ഒക്കെ ഇരിക്കുന്നവരുണ്ട്. ഈ വചനങ്ങളാൽ നിൻ്റെ മക്കളെല്ലാവരും ശക്തി പ്രാപിക്കട്ടെ. അവരുടെ വേദനകൾക്ക് മാറ്റം വരട്ടെ. പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ നിൻ്റെ മക്കൾ അനുഗ്രഹത്തിലൂടെ ദൈവത്തെ അറിഞ്ഞു കൂടുതൽ ജീവിക്കുവാൻ ഏവർക്കും കൃപ നൽകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.